ടി.പി. ചന്ദ്രശേഖരന്റേത് രാഷ്ട്രീയ കൊലപാതകം തന്നെയെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഹൈക്കോടതി വിധിയോടെ. വധശിക്ഷയില്ലെങ്കിലും 20 വർഷത്തേക്ക് പ്രതികൾക്ക് പരോളോ ശിക്ഷാ ഇളവോ കിട്ടില്ല എന്നതാണ് പ്രതികളെ ഞെട്ടിച്ചത്. കോഴിക്കോട് ഒഞ്ചിയത്തെ CPM വിഭാഗീയതയിൽ നിന്ന് തുടങ്ങി 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തോടെയാണ് ടി.പി. ചന്ദ്രശേഖരനോടുള്ള എതിർപ്പ് ശത്രുതയായി വളർന്നത്. ഒടുവിൽ 2012 മെയ് 4 രാത്രി വള്ളിക്കാട്ട് വെച്ച് ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തി. കൊട്ടേഷൻ സംഘാംഗങ്ങളും CPM പ്രാദേശിക നേതാക്കളും പ്രതികളായി. ഒടുവിൽ വിചാരണ കോടതി വെറുതെ വിട്ട 2 പ്രാദേശിക CPM നേതാക്കൾ വരെ ഹൈക്കോടതി വിധിയോടെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ്. ചന്ദ്രശേഖരൻ്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ആവർത്തിച്ച് ഹൈക്കോടതി പറഞ്ഞതോടെ CPM പ്രതിരോധത്തിലായി. ഇനിയുള്ള 20 വർഷം പ്രതികൾക്ക് പരോളിൽ ഇറങ്ങാനാവില്ല എന്നതും ശിക്ഷാ ഇളവ് നൽകരുതെന്നുമുള്ള വിധിയാണ് പ്രതികൾക്ക് വലിയ തിരിച്ചടിയായത്. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഓരോ പ്രതികൾക്കും വാരിക്കോരി പരോൾ നൽകി. കഴിഞ്ഞ വർഷം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കനുസരിച്ച് തന്നെ എല്ലാ പ്രതികൾക്കും കൂടി 4500-ലേറെ ദിവസമാണ് പരോൾ കിട്ടിയത്. കൊടിസുനിക്ക് മാത്രമാണ് 100 ദിവസത്തിൽ കുറവ് പരോൾ, 60 ദിവസം. ബാക്കി മിക്ക പ്രതികൾക്കും 400 ദിവസത്തിലധികം പരോൾ കിട്ടി. കോവിഡ് കാലം പ്രതികൾ ജയിലിനു പുറത്ത് നന്നായി ആസ്വദിച്ചു. റിമാൻഡ് കാലയളവ് മുതൽ പ്രതികൾ ഫേസ്ബുക്കിലും മൊബൈൽ ഫോണുകളിലും സജീവമായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് പുറത്തു വന്നു. കണ്ണൂർ, വിയ്യൂർ, പൂജപ്പുര ജയിലുകളിൽ പല തവണയായി പ്രതികൾ വാർത്തകളിൽ നിറഞ്ഞു. ജയിലുദ്യോഗസ്ഥരെ ആക്രമിച്ചും സഹതടവുകാരെ മർദ്ദിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ജയിലിൽ വിലസി നടന്നു. കൂത്തുപറമ്പിൽ സ്വർണം കടത്ത് സംഭവത്തിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന കേസിൽ കൊടിസുനി പ്രതിയായി. കോവിഡ് കാലത്ത് വയനാട്ടിലെ ലഹരി പാർട്ടിയിൽ മയക്കുമരുന്നുമായി കിർമാണി മനോജ് പോലീസിൻ്റെ പിടിയിലായി. കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, പലരുടെയും വിവാഹങ്ങളും പിറന്നാളാഘോഷങ്ങളും പരോളിനിടെ വലിയ ആഘോഷത്തോടെ നടത്തി. അണ്ണൻ സിജിത്തും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും വിവാഹിതരായത് പരോളിലാണ്. മിക്ക ചടങ്ങുകളിലും നേതാക്കളുടെ സാന്നിധ്യം വാർത്തയായി. മുഹമ്മദ് ഷാഫിയുടെ വിവാഹത്തിന് ഇന്നത്തെ സ്പീക്കർ AN ഷംസീർ എത്തിയത് അന്ന് വലിയ വിവാദമായിരുന്നു. പരോൾ കാലയളവ് നന്നായി ആസ്വദിച്ച ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ഇനി പരോൾ കാലത്തെ ഉല്ലാസമില്ല എന്നതാണ് ഹൈക്കോടതി വിധിയിൽ എടുത്തു പറയേണ്ടത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.